മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ തങ്ങളെ ചോദ്യം ചെയ്യാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും കഴിയില്ല എന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന് ചരിത്രത്തിലെ ഏറ്റവും കനത്ത പ്രഹരം ഇപ്പോൾ ഏറ്റിരിക്കുന്നു. പതിറ്റാണ്ടുകളായി തങ്ങൾ പടുത്തുയർത്തിയ സൈനിക മേധാവിത്വം, ആഗോള സാമ്രാജ്യത്വ ശക്തിയും ഇറാന്റെ അത്യാധുനിക മിസൈലുകൾക്ക് മുന്നിൽ തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് ലോകം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് കേവലം ഒരു സാധാരണ തിരിച്ചടിയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും ആധുനിക പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ തന്ത്രപരമായ മഹാവിജയമാണ്. മിഡിൽ ഈസ്റ്റിലെ 8 തന്ത്രപ്രധാന രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 20-ലധികം പ്രധാന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ് ഇറാന്റെ കൃത്യതയാർന്ന മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ തകർന്നടിഞ്ഞത്. ചില അന്താരാഷ്ട്ര സൈനിക വിശകലന വിദഗ്ധരുടെയും ഇന്റലിജൻസ് ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം തകർക്കപ്പെട്ട അമേരിക്കൻ കേന്ദ്രങ്ങളുടെ എണ്ണം 28 വരെയാണ്. ഈ ആക്രമണം അമേരിക്കയുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറയാണ് ഇളക്കിയിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക വിന്യസിച്ചിരുന്ന പാട്രീഷ്യം, താഡ് തുടങ്ങിയ ലോകോത്തര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇറാന്റെ മിസൈൽ മഴയ്ക്ക് മുന്നിൽ വെറും കാഴ്ചക്കാരായി മാറേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. ആക്രമണത്തിന് ഇരയായ താവളങ്ങളിലെ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന ഭീമാകാരമായ കേന്ദ്രങ്ങൾ, അത്യാധുനിക ലോങ് റേഞ്ച് റഡാറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവ പൂർണ്ണമായോ ഭാഗികമായോ അവശിഷ്ടങ്ങളായി മാറിയിട്ടുണ്ട്. വാർത്തകൾ പുറം ലോകം അറിയാതിരിക്കാനും തങ്ങളുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടാതിരിക്കാനും നാശനഷ്ടങ്ങളുടെ വ്യാപ്തി മറച്ചുവെക്കാൻ പെന്റഗണും വൈറ്റ് ഹൗസും പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആധുനിക ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടുകയാണ്. ആക്രമണത്തിന് ഇരയായ താവളങ്ങളിൽ വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന കേന്ദ്രങ്ങൾ, അതിവേഗ റഡാറുകൾ, കമാൻഡ് സെന്ററുകൾ എന്നിവ പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക തങ്ങളുടെ നാശനഷ്ടങ്ങൾ ലോകത്തിന്റെ കണ്ണിൽ നിന്നും മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ താവളങ്ങളുടെ യഥാർത്ഥ തകർച്ച വിളിച്ചോതുന്നവയാണ് ഉപഗ്രഹ ചിത്രങ്ങൾ. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവച്ചാൽ മിഡിൽ ഈസ്റ്റിലെ ഒരു അമേരിക്കൻ താവളവും സുരക്ഷിതമായിരിക്കില്ല എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയാണ് എന്ന് അന്ന് അമേരിക്ക കരുതിയിരുന്നു. എന്നാൽ ഇന്ന് യുദ്ധഭൂമിയിലെ ഈ ചിത്രങ്ങളാണ് ഈ തകർച്ചയ്ക്ക് അടിവരയിടുന്നത്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സാന്നിധ്യവും അതിന്റെ അഹങ്കാരവും. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ എണ്ണ സമ്പത്തിന് മേലും തന്ത്രപ്രധാനമായ കടൽപാതകൾക്ക് മേലും ആധിപത്യം സ്ഥാപിക്കുക എന്നത് അമേരിക്കൻ വിദേശ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ഇതിനായി അവർ സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഇറാഖ്, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ വൻതോതിൽ സൈനിക താവളങ്ങൾ നിർമ്മിച്ചു. ഖത്തറിലെ അൽ ഉബൈദ് എയർബേസ് മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമാണ്. 10,000-കണക്കിന് സൈനികരും 100-ലധികം അത്യാധുനിക യുദ്ധ വിമാനങ്ങളും ബോംബർ വിമാനങ്ങളും ഇവിടെ സദാ സജ്ജമായിരുന്നു. ഇതോടൊപ്പം തന്നെ ബഹ്റൈനിലെ 5th ഫ്ലീറ്റ്, പേർഷ്യൻ ഗൾഫ്, ചെങ്കടൽ, അറബിക്കടൽ എന്നിവ നിയന്ത്രിക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു. കുവൈറ്റിലെയും UAEയിലെയും താവളങ്ങൾ അത്യാധുനിക ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളും നിറഞ്ഞിടങ്ങളായിരുന്നു. ഈ താവളങ്ങളെല്ലാം ചേർന്നാണ് ഇറാനു ചുറ്റും ഒരു വൻ സൈനിക വലയം അമേരിക്ക തീർത്തത്. തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും വ്യോമ പ്രതിരോധ സംവിധാനവും കാരണം തങ്ങളെ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ല എന്ന് അമേരിക്ക അടിയുറച്ചു വിശ്വസിച്ചിരുന്നു. ഈ അമിത ആത്മവിശ്വാസത്തെയാണ് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ തകർത്തു കളഞ്ഞത്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങളെയും ഭീഷണികളെയും പതിറ്റാണ്ടുകളായി അതിജീവിച്ച ജനതയാണ് ഇറാന്റേത്. ഇറാന്റെ തന്ത്രപരമായ സൈനിക വളർച്ചയെ പറ്റി പറയുമ്പോൾ കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുമ്പോഴും ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈൽ സാങ്കേതിക വിദ്യ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ ബാധിച്ചെങ്കിലും തങ്ങളുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കാൻ അവർക്ക് സാധിച്ചു. ലോകത്തിലെ ഏത് അത്യാധുനിക റഡാർ സംവിധാനങ്ങളെയും വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് കുതിച്ചെത്താൻ കഴിയുന്ന സോളിഡ് ഫ്യൂവൽ ബാലിസ്റ്റിക് മിസൈലുകളായ ഖൈബർ ഷഖൻ അവർ വികസിപ്പിച്ചെടുത്തു. ഇതിന്റെ അതിവേഗതയും ദിശ മാറ്റാനുള്ള ശേഷിയും പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ കണ്ടെത്താൻ കുറച്ച് പാടുപെടേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. കൂടാതെ ശബ്ദത്തേക്കാൾ 15 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലുകളെ തടുക്കാൻ നിലവിലുള്ള ഒരു അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിനും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതിനു പുറമെ കുറഞ്ഞ ചിലവിൽ നിർമ്മിച്ച് കൂട്ടത്തോടെ ശത്രുതാവളങ്ങളിലേക്ക് അയക്കാൻ കഴിയുന്ന ഷഹാദ് ആത്മഹത്യാ ഡ്രോണുകൾ റഡാറുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ മിടുക്കരാണ്. ഈ ആയുധ ശേഖരമാണ് അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നേരത്തെ ഒരേ സമയം പ്രയോഗിച്ചത്.
ഒരേ സമയം 8 രാജ്യങ്ങളിൽ ആഞ്ഞടിച്ച മിസൈൽ വർഷത്തെക്കുറിച്ച്. ഇറാന്റെ ഈ ആക്രമണം വെറുമൊരു വൈകാരിക പ്രതികരണമായിരുന്നില്ല, മറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ മാസങ്ങൾ നീണ്ട നിരീക്ഷണങ്ങൾക്കൊടുവിൽ നടത്തിയ ഒരു സൈനിക ഓപ്പറേഷനായിരുന്നു അത്. ഇറാഖ്, സിറിയ, ജോർദാൻ തുടങ്ങിയ 8ഓളം രാജ്യങ്ങളിൽ പരന്നുകിടക്കുന്ന അമേരിക്കൻ താവളങ്ങളെ ഒരേ സമയം ലക്ഷ്യമിട്ടാണ് മിസൈലുകൾ കുതിച്ചുയർന്നത്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വ്യത്യസ്ത ദിശകളിൽ നിന്ന് പറന്നുയർന്നപ്പോൾ അമേരിക്കൻ വ്യോമ പ്രതിരോധ റഡാറുകൾ പൂർണ്ണമായും അന്ധമായി പോയി. ഒരു ഭാഗത്ത് ഡ്രോണുകളെ തടയാൻ പ്രതിരോധ മിസൈലുകൾ പാഴാക്കിയപ്പോൾ മറുഭാഗത്തു നിന്നും അതിവേഗ ബാലിസ്റ്റിക് മിസൈലുകൾ അമേരിക്കൻ താവളങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് പതിക്കുകയായിരുന്നു. ആക്രമണം അവസാനിച്ചപ്പോൾ അമേരിക്ക നേരിട്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ നഷ്ടമാണ്. സൈനിക വിശകലന വിദഗ്ധർ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ച് പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. അമേരിക്കൻ കമാൻഡർമാർ യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്യുന്നതും ഡ്രോണുകളെ നിയന്ത്രിക്കുന്നതുമായ പ്രധാന കമാൻഡ് റൂമുകൾ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ദൂരെയുള്ള മിസൈലുകളെ കണ്ടെത്താൻ സ്ഥാപിച്ചിരുന്ന മില്യൺ കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഹൈ സ്പീഡ് റഡാറുകൾ ഇറാന്റെ കൃത്യതയാർന്ന ആക്രമണത്തിൽ കത്തിയമർന്നു. യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകൾക്കും ഇന്ധനം നൽകുന്ന വലിയ സംഭരണികൾക്ക് തീപിടിച്ചതോടെ പല താവളങ്ങളും ദിവസങ്ങളോളം പ്രവർത്തനരഹിതമായി. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പ്രതീകങ്ങളായിരുന്ന റൺവേകൾ മിസൈലുകൾ വീണ് നെടുകെ പുലർന്ന ദൃശ്യങ്ങളാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ പെന്റഗൺ വക്താക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി തങ്ങൾക്ക് യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും എല്ലാ മിസൈലുകളും തങ്ങൾ തകർത്തുവെന്നും അവകാശപ്പെട്ടു. അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം തകരാതിരിക്കാനും നാറ്റോ സഖ്യകക്ഷികളുടെ മുന്നിൽ നാണക്കേട് ഒഴിവാക്കാനും അവർ ഈ വാർത്ത മൂടിവെക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇത് ഡിജിറ്റൽ യുഗമാണ് എന്നത് മറന്നുപോയ സത്യമാണ്. സത്യം അധികകാലമൊന്നും ഒളിച്ചു വെക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര വാണിജ്യ ഉപഗ്രഹങ്ങൾ എടുത്ത ചിത്രങ്ങൾ ഈ താവളങ്ങളുടെ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു. അമേരിക്കൻ താവളങ്ങളിലെ തകർന്ന കെട്ടിടങ്ങളും കരിപിടിച്ച റൺവേകളും ഈ ചിത്രത്തിൽ വ്യക്തമായിരുന്നു. ഇതോടെ വാഷിംഗ്ടൺ തങ്ങളുടെ പരാജയം പരോക്ഷമായി സമ്മതിക്കേണ്ടി വന്നു. ഇറാന്റെ ഈ കനത്ത പ്രഹരം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. തങ്ങളെ സംരക്ഷിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന പല ഗൾഫ് രാജ്യങ്ങളും ഇപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ സ്വന്തം താവളങ്ങൾക്ക് പോലും അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന ചോദ്യം അവരും ഉയർത്തുന്നുണ്ട്. ഈ ആക്രമണത്തിലൂടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ മിസൈൽ ശക്തി തങ്ങളാണ് എന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കയെ പൂർണ്ണമായും വിശ്വസിക്കാതെ ചൈന, റഷ്യ, മറ്റ് രാജ്യങ്ങൾ ആഗോള ശക്തികളായി ഗൾഫ് രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ ഈ സംഭവം വരും ദിവസങ്ങളിൽ കാരണമാകും. ഇറാന്റെ ഈ നീക്കം കേവലം ഒരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ അമേരിക്കൻ അപ്രമാദിത്വത്തിനേറ്റ കനത്ത ആഘാതമാണ്. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഒരു രാജ്യത്തിന്റെ ശക്തിയെയും അടിച്ചമർത്താൻ കഴിയില്ല എന്ന് ഈ യുദ്ധം തെളിയിച്ചിരിക്കുന്നു. ഇറാന്റെ മിസൈലുകൾ തകർത്തത് അമേരിക്കൻ താവളങ്ങളെ മാത്രമല്ല, മറിച്ച് തങ്ങൾ തോൽപ്പിക്കപ്പെടാനാവാത്തവരാണ് എന്ന അമേരിക്കയുടെ കാലങ്ങളായുള്ള സാമ്രാജ്യത്വ അഹങ്കാരത്തെ കൂടിയാണ്. വരും ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് മാറുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.